മധ്യപൂർവ്വദേശത്ത് വീണ്ടും തീ പടരുകയാണ്. ഇതൊരു സാധാരണ സംഘർഷമല്ല, ലോകത്തെ തന്നെ ബാധിക്കാവുന്ന ഒരു വലിയ പ്രതിസന്ധി. ഒരു ഭാഗത്ത് ഇറാൻ, മറ്റുവശത്ത് ഇസ്രായേൽ. പക്ഷേ ഈ കഥയിൽ ഒരു മൂന്നാമത്തെ പ്രധാന കഥാപാത്രമുണ്ട്. അതാരാണെന്ന് അറിയാമോ? ഇന്ത്യ. ഈ യുദ്ധം ശക്തമാകുമ്പോൾ ഇന്ത്യ ആരുടെ കൂടെ നിൽക്കും? അല്ലെങ്കിൽ ഇന്ത്യ ഒരു പുതിയ ഗെയിം കളിക്കുകയാണോ? ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം ഇന്നലെ തുടങ്ങിയതല്ല. വർഷങ്ങളായി ഇവർ തമ്മിൽ തർക്കം തുടരുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്തുകൊണ്ട് ഭയപ്പെടുന്നു? കാരണം ഇത് നേരിട്ട യുദ്ധത്തിലേക്ക് മാറാൻ സാധ്യത കൂടുതലാണ്. അതായത് ഇതൊരു റീജിയണൽ കോൺഫ്ലിക്റ്റ് മാത്രമല്ല, ഇതൊരു ഗ്ലോബൽ ക്രൈസിസ് ആയി മാറാം. ഈ യുദ്ധത്തിൽ ഒറ്റയ്ക്ക് ഇറാനും ഇസ്രായേലും മാത്രമല്ല, പിന്നിൽ വലിയ ശക്തികളുണ്ട്. ഇസ്രായേലിന് പിന്തുണ നൽകുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ, ഇറാനെ പിന്തുണയ്ക്കുന്ന മറ്റ് ശക്തികൾ. ഇതൊരു നേരിട്ടുള്ള യുദ്ധമാകാതെ ഷാഡോ വാർ ആയി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ സ്ഥിതി വളരെ സങ്കീർണമാണ്. ഒരു ഭാഗത്ത് ഇസ്രായേൽ, ഇന്ത്യയുടെ പ്രധാന സ്ട്രാറ്റജിക് പാർട്ട്ണർ. മറ്റുവശത്ത് ഇറാൻ, ഇന്ത്യക്ക് അത്യാവശ്യമായ എനർജി സോഴ്സ്. ഇന്ത്യക്ക് ഇവരിൽ ആരെയും നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്യും? ഒരു സൈഡ് എടുക്കുമോ? അല്ലെങ്കിൽ രണ്ടുപേരുമായും ബാലൻസ് ചെയ്യുമോ? ഇവിടെയാണ് ഇന്ത്യയുടെ യാഥാർത്ഥ്യ പരീക്ഷ. ഒരു ചെറിയ തെറ്റായ തീരുമാനം എക്കണോമിയെ തന്നെ ബാധിക്കും, അന്താരാഷ്ട്ര ബന്ധങ്ങളെ ബാധിക്കും, ഇന്ത്യയുടെ ഗ്ലോബൽ ഇമേജ് പോലും ബാധിക്കും. അതുകൊണ്ട് ഇന്ത്യ ഒരു സ്മാർട്ട് ഗെയിം കളിക്കുകയാണ്. ഇന്ത്യയുടെ നീക്കം എന്താണ്? നേരിട്ട് ആരെയും എതിർക്കാതെ സമാധാനം ആവശ്യപ്പെടുക, രണ്ടു പക്ഷത്തോടും ബന്ധം നിലനിർത്തുക. ഇതൊരു ഡിപ്ലോമാറ്റിക് ബാലൻസിംഗ് ആക്ട് ആണ്. അത്ര എളുപ്പമല്ല, പക്ഷേ അതാണ് ഇന്ത്യയുടെ ശക്തി. പക്ഷേ ഒരു വലിയ ചോദ്യം ഇപ്പോഴും ബാക്കി. ഈ യുദ്ധം കൂടുതൽ ശക്തമാകുമ്പോൾ ഇന്ത്യക്ക് ഈ ബാലൻസ് തുടരാൻ പറ്റുമോ? ലോകം മുഴുവൻ നോക്കുന്നത് ഇപ്പോൾ ഒരേ കാര്യം: അടുത്തതായി എന്ത് സംഭവിക്കും? ഇന്ത്യയുടെ അടുത്ത നീക്കം എന്തായിരിക്കും? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയൂ.